ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇന്ന് എനിക്ക് പറയാനുള്ളത് ജൂലൈ 7-ാം തീയതിയിലത്തെ വിശേഷം. ഞായറാഴ്ച ഒരു 26 വർഷത്തിന് മുമ്പ് അപ്പച്ചൻ പോയ ദിവസമാണ്, അപ്പച്ചൻ മരിച്ച ദിവസമാണ്. അപ്പോൾ ആ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും അതെ, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം. നമ്മളുടെ മാതാപിതാക്കൾ മരിക്കുന്ന ദിവസം എപ്പോഴും അങ്ങനെയാണെങ്കിലും അപ്പച്ചൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു. ഈ 3-ാം തീയതി ഞങ്ങൾ ഡോണിനെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ ഒന്നിച്ച് അപ്പച്ചനെ കാണാൻ പോയി. തോറാനിയായിരുന്നു സെൻറ്റ് തോമസ് ഡേ. അപ്പോൾ അന്ന് പോയി കണ്ട് തിരിച്ച് വന്ന് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഡാഡിയുടെ കൂടെ ചെല്ലുമ്പോൾ മഞ്ചയിൽ കിടക്കുന്ന അപ്പച്ചനെയാണ് കണ്ടത്. അപ്പോൾ ഇന്നും എനിക്ക് ആ ഒരു എന്താ പറയുക, അതാണ് എൻ്റെ മനസ്സിൽ എന്തോ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇന്നിപ്പോൾ ശരിക്കും ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് 12 മണി കഴിഞ്ഞ് ഒരു മണി അടുത്തായിട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇന്ന് കിടന്നിട്ടോ അതെ എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കണമെന്നാൽ അതിനും പറ്റണില്ല. ആകെ കൂടി ഒരു അസ്വസ്ഥത എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടാവുമല്ലോ നമ്മളുടെ അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി ഒക്കെ പോകുമ്പോൾ അതിൻ്റേതായ വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രെഡും മുട്ടയായിരുന്നു ഒന്ന്. ഞാൻ പറഞ്ഞില്ലേ, ശനിയാഴ്ച ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യും. കാരണം കുട്ടികൾക്കൊന്നും ക്ലാസ്സിൽ പോകണ്ട. അപ്പോൾ ഒരു സുഖമായിട്ട് കിടന്നുറങ്ങി സമാധാനത്തിൽ എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കുറേ ലേറ്റായിട്ടാണ് ചായ കുടിച്ചത്. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റോസ്റ്റ് ഇന്ന് കുടിച്ചത്. അപ്പോൾ ഇതാണ് സംഭവം. റോസ് പെറ്റൽസ് ഞാൻ ഉണക്കിയിട്ട് ചായയിലാണ്. അപ്പോൾ മുമ്പത്തേലത്തെ ഒരു ഫ്ലേവറും ഉണ്ടായിരുന്നു. കാരണം മുമ്പ് വാങ്ങിയ റോസ് പെറ്റൽസ് ആയിരുന്നു. അപ്പോൾ അതിൽ പുറത്തുനിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിന് ഒരു വേറൊരു ഫ്ലേവർ ഉണ്ട്. അത് എന്തൊക്കെയോ ഇട്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഞാൻ എൻ്റെ റോസ് പെറ്റൽസും കൂടി ഇടും. അപ്പോൾ പിന്നെ എല്ലാം കൂടി മിക്സ് ആവില്ല. അപ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ്, നല്ലൊരു കളറുമാണ്. അപ്പോൾ ഞാനിവിടെ ഓരോ കാര്യങ്ങൾക്ക് തിന്നപ്പോൾ അവിടെ പാച്ചൂട്ടൻ ഇരുന്ന് പെയിൻറ്റിങ്ങും അവൻ്റേതായ കാര്യങ്ങൾ. അപ്പോൾ ഡാഡി പുറത്ത് പോയേക്കാണ്. പിന്നെ ആരുമില്ല, ഡിവൈനും കുട്ടികളും മുകളിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം ഡിമ്പിൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഫോണിൽ കംപ്ലീറ്റ് നോക്കി അപ്പച്ചൻ്റെ ഫോട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടാമത് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാനറിയില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അവിടെ കിടക്കട്ടെ വെച്ചാൽ ഒതുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് ബെഡ്റൂമിലേക്ക് വന്നു. കാരണം ബെഡ്റൂമിൽ മുഴുവൻ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചേക്കാം. ഡിമ്മലിന് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ വാങ്ങി വെച്ച സാധനങ്ങളും ഇൻഡസിൽ നിന്ന് വാങ്ങിയതും. അപ്പോൾ ഇതൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഡാഡി അപ്പുറത്ത് വന്നു. അപ്പോൾ ഞാൻ ഒക്കെ സീൽ ചെയ്ത് എഴുതി വന്നു. അപ്പോഴാണ് ഡാഡി കുറേ സാധനങ്ങൾ പ്ലേറ്റ് ചെയ്ത സാധനങ്ങളും കൊണ്ട് വന്നത്. അപ്പം പിന്നെ ഞാനത് അവിടെ ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തോ പറ്റണില്ല. 2-3 ദിവസമായിട്ട് എനിക്കെന്തോ തീരെ ഒരു ഉഷാറില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഉഷാറായാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാഡി ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്കും ഡാഡിക്കും മാത്രമേ പറ്റുള്ളൂ ഒതുക്കാൻ, ബാക്കിയൊക്കെ കുട്ടികൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പാക്ക് ചെയ്ത് അയക്കാണ്ടായിരുന്നത്. നല്ലൊരു തരം ലക്ഷ്മി മാലയാണ് കേട്ടോ. അതുപോലെ പലതരം വളകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2, 4, 6, 8, 10 ഇല്ല. 10ൻ്റെ ഞാൻ ഇന്നലെയോ മിനിയാന്നോ അങ്ങോട്ട് കാണിച്ചതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ബോക്സുകളിലേക്ക് ആക്കണം, ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ അങ്ങനെ കുറേ പണികൾ ഇതിൻ്റെ പുറത്ത് പിന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ ഓർണമെൻറ്റ്സ്. അപ്പോൾ ചില കുട്ടികൾ എന്നോട് പറയും ആൻറ്റിക്ക് അങ്ങനെ എടുത്തുകൂടെ ഇങ്ങനെ എടുത്തുകൂടെ. വേണ്ട, ഡോൺ പോലും എന്നോട് പറയും മമ്മിക്ക് ഇത് അങ്ങനെ ചെയ്തെടുത്തൂടെ ഇങ്ങനെ ചെയ്തെടുത്തൂടെ എന്ന് പറയും. പക്ഷെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പണികളുടെ ഇടയിൽ ഓടി വന്നിട്ടാണ് എന്തെങ്കിലും ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ച് അടുക്കളയിൽ പണിയില്ലെങ്കിലും എനിക്ക് അടുക്കളപ്പണിയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം പുറത്തുള്ള കാര്യങ്ങളും വീട് വൃത്തിയാക്കി കിടക്കുക അതൊക്കെയാണ്. പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രത്തോളം അത് പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അവർക്കും അവരുടെ കുട്ടികളുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വീട് ഒതുക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു സ്വസ്ഥതയില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് വീടെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വൃത്തിയിൽ നോക്കിയില്ലെങ്കിൽ എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നാലും എല്ലാവർക്കും അവരാർ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവരാർ ചെയ്ത് വെക്കേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നേരില്ലാത്തതിൻ്റെ ഒരൊറ്റ കുറവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുതിയ ഇതിപ്പോൾ AD സ്റ്റോൺ അല്ല, അതുകൊണ്ട് തന്നെ വിലയും അധികമില്ല. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചു ഇതിങ്ങനത്തെ 2-3 പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിലൊന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവന്നത് വേഗം ബോക്സിലാക്കുന്നതിന് മുമ്പ് പറ്റാവുന്നതൊക്കെ ഞാൻ ഫോട്ടോസ് എടുത്ത് വെച്ചു കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കോറലിൻ്റെ സെറ്റാണ്. അപ്പോൾ കോറലിൻ്റെ ഇങ്ങനെ ഡ്രോപ്സ് ഇല്ലാണ്ട് സിമ്പിളായിട്ടുള്ളത് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഓർഡർ കൊടുക്കാനായിട്ട് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികളുടെ വളയിന് കേട്ടോ.
അപ്പോൾ കുട്ടികളുടെ വള സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും ഓരോ അളവാണ്. നമ്മൾ വലിയവരുടെ അളവ് പറയണ പോലെ 2, 4, 6, 8 അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളുടെ വള ആവശ്യമുള്ളവർ ചെയ്യേണ്ട പണി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള കുട്ടികളുടെ കൈമയുള്ള വള വെച്ചിട്ട് ഉള്ളിലൊരു വട്ടം വരയ്ക്കുക. പുറത്തല്ല, ഉള്ളിൽ വട്ടം വരച്ചിട്ട് സ്കെയിൽ കൊണ്ട് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്നുള്ളത് ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അല്ലാണ്ട് കുട്ടികളുടെ വളയ്ക്ക് ഇന്നൊരു അളവൊന്നുമില്ല. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ അളവ് വ്യത്യാസമാണ് ഉണ്ടാവുക. പക്ഷേ കുട്ടികളുടെ കൈയും ഇടുമ്പോൾ അത് ഭയങ്കര വ്യത്യാസം തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 or 4 പാറ്റേൺ കുട്ടികളുടെ വളകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. പക്ഷേ 2 ദിവസം കഴിഞ്ഞേ പറയാവൂ. ഞാൻ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം അത് ഓരോ ബോക്സിലും ഓരോ അളവിൻ്റെ എടുത്ത് വെച്ചാൽ നമുക്കത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഫോൾഡർ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോൾഡറുള്ള പിക്ചേഴ്സ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് നാളെ ഓടിക്കേറി വന്ന് എന്നോട് ഇത് ചോദിക്കരുത് കേട്ടോ. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോ പറയേണ്ടി വരും. എനിക്കാണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് അതിനേക്കാളും വലിയ വിഷമം. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറയും, ആൻറ്റി കിടന്ന് ഉറങ്ങാൻ ആൻറ്റി, ഞങ്ങളത് സമയം നോക്കാണ്ട് പറയുമ്പോഴാണ്. പക്ഷേ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചോദിച്ചിട്ട് അതിന് ഉത്തരം കൊടുക്കാണ്ട് കിടക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമമാണ്. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ വളകളും കാര്യങ്ങളും. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കറികളും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മീനെന്തോ ഡിമ്പിളെടുത്ത് വറുത്തു. അങ്ങനെയാണ് ഇന്നത്തെ ഉച്ചയിലത്തെ ഊണും അതെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം ട്യൂബിൻ്റെ മാല. ഇത് ഇപ്പോൾ മെയിനായിട്ട് 2 ലെയറാണ് എല്ലാവർക്കും ആവശ്യം. കാണാൻ നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കുട്ടികളുടെ വളകളാണ്. കുട്ടികളുടെ വള എനിക്ക് തോന്നുന്നു 4 or 5 പാറ്റേൺ ഇന്ന് ഡാഡി കൊണ്ടുവന്നുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പല വലിപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കണവർ കറക്റ്റായിട്ട് അളവ് തന്നില്ലെങ്കിൽ സാധനം കിട്ടും. അപ്പോൾ കുട്ടികളുടെ വള ഞാൻ സത്യത്തിൽ മെനക്കെടാറില്ല. കാരണം ഇത് പറയുമ്പോൾ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തിരി വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിക്കണേന്ന് പറയും. ചെല്ലുമ്പോൾ കുട്ടിയുടെ കയ്യുമ്പോൾ അങ്ങേയറ്റം വരെ കയറണ പോലത്തെ വളകളാവും. ഇതൊക്കെ നമ്മുടെ വലിയവർക്കുള്ളതാണ് കേട്ടോ. 2, 2, 2, 4, 2, 6. ഇത് ശരിക്കും ഒരെണ്ണം ഇട്ട 3 വളയിട്ട ഫലമാണ്. അപ്പോൾ 2 എണ്ണം ഇട്ട 1/2 ഡസൻ വളയിട്ട പോലെയായി. എന്നാൽ കാണാൻ അത്ര കൂടുതൽ ആർഭാടമില്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള വളയാണ്. അത് 2, 4, 6, 8, 10 4, 6, 8 2, 2, 4, 6, 8. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചു, ആൻറ്റി എന്തുട്ടാ ആൻറ്റി 2, 2, 4 എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല മക്കളെ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്കെയിൽ ഇതെടുത്തിട്ട് ഉള്ളിൽ വട്ടം വരച്ചിട്ട് അളന്ന് നോക്കുമ്പോഴുള്ള ഓരോ അളവുണ്ട്. അപ്പോൾ ഓരോ അളവിന് ഓരോ ഇതാണ് 2, 4, 2 ഇത്ര സെൻറ്റിമീറ്ററിന് ഇത്ര അളവ് വെച്ചിട്ട് അത് ഞാൻ ഒരു ദിവസം ചാർട്ട് മറക്കാണ് ഇടാനായിട്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആ ചാർട്ട് നിങ്ങൾക്ക് പേഴ്സണലി സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വളയുടെ അളവ് നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ അതേ അളവിൽ അയച്ചു തരും. അല്ലെങ്കിൽ ചിലരെ പറയും ഡിമ്പിളുടെ അളവ് മതി അല്ലെങ്കിൽ ഡിവൈൻ്റെ അളവ് മതി എന്നൊക്കെ പറയുമ്പോൾ കൈയിൻ്റെ അളവ് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ ചിലരുടെ കയ്യിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടത്തെ കയ്യിന് 2, 4 ആണെങ്കിൽ വലത്തെ കയ്യിന് 2, 6 പിന്നെ കയറ്റും അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ വള വാങ്ങിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട. അതാണ് ഈ 6 പിടി 2, 2, 2, 4 എന്നൊക്കെ പറയുന്നത്. ഇത് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഗാർനെറ്റും മറ്റേ വൈറ്റ് സ്റ്റോണില്ല, അത് മിൽക്കി ഇതാണ്. അതിൻ്റെ പേര് വേറെ ഉണ്ട്, കാറ്റ്സ് ഐ അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ തെറ്റി പോകണ്ട വെച്ചിട്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഗാർനെറ്റും പിന്നെ ബ്ലാക്കും കോറലും ക്രിസ്റ്റൽ അങ്ങനെ പിന്നെ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളത്. ഇത് 4 കൊച്ചു ക്രിസ്റ്റൽ കൊച്ചു മണികളാണ്. കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ 1 ലെയറിലോ 2 ലെയർ 3 ലെയർ അല്ലെങ്കിൽ വേണ്ട ബാക്കിൽ ചെയിൻ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് മൾട്ടി കളർ മാലകളൊക്കെ എടുക്കുന്നുണ്ടാവുക. കാരണം ഇന്നലത്തെ വീഡിയോയിൽ അതായിരുന്നല്ലോ. ഇന്ന് ഭയങ്കര എൻക്വയറി ആയിരുന്നു. പക്ഷേ എനിക്ക് ചോദിച്ചവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിങ്കളും ചൊവ്വയായിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വീണ്ടും എന്നോട് തിങ്കളല്ലെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ട് ചൊവ്വാഴ്ചയൊക്കെ ചോദിച്ചാൽ സംഭവം കിട്ടും. ഇത് നമ്മളുടെ കുരിശുകളാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടമാനം കുരിശ് നമ്മളുടെ കയ്യിൽ നിന്ന് പലരായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കണ്ടപ്പോൾ അപ്പോൾ വീണ്ടും ഞാൻ കുരിശ് കുറച്ച് റീസ്റ്റോക്ക് ചെയ്തതാണ്. സ്റ്റോൺസിൻ്റെ വേറെ ഉണ്ട്, ഇത് വേറെ. ഇത് നമ്മുടെ താലിമാല, നല്ല ഭംഗിയുള്ള ഒരു താലിമാലയാണ് കേട്ടോ. ആർക്കും ധൈര്യമായിട്ട് വാങ്ങിയിടാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ലൂസാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഓർണമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വേറൊരു വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് നാളെ ആയാലും
എനിക്ക് നല്ല തിരക്കാവും. നാളെ ഞാൻ അപ്പച്ചൻ മരിച്ച ദിവസമല്ലേ, അപ്പം എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നാളെ ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ എല്ലാം കൂടി പള്ളിയിൽ പോക്ക് എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ നാളത്തെ ദിവസം ഭയങ്കര തിരക്കുള്ള ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ എല്ലാ കുട്ടികളും അതെന്താണ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒരു വീഡിയോ വേറെ ഓർണമെൻറ്റ്സിൻ്റെ എടുക്കണില്ല. കാരണം ഇപ്പം ഞാൻ ഈ കാണിച്ചതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഉണ്ടാവും, നിങ്ങൾക്ക് ചോദിക്കാം. സൺഡേ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും നോ പറയാറില്ല. ഞാൻ ഇത്തിരി ലേറ്റ് ആയാലും നിങ്ങൾക്ക് എല്ലാത്തിനും മറുപടി പറഞ്ഞു തരാറുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് അപ്പച്ചൻ്റെ ആത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ എന്താ പറയുക ചേച്ചിയുടെ അടുത്ത് പോകണം അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല തമ്പുരാൻ കാര്യങ്ങൾ നീക്കണത്. എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് ചേച്ചിയുടെ അടുത്തൊന്ന് പോകണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ വിശേഷങ്ങൾ ബാക്കി നാളെ പറയാം.